ഹായ് കൂട്ടരെ, ഞാൻ നിങ്ങൾ ന്യൂ എടുത്തിട്ടുണ്ടെങ്കിലും അമൽ ബാബു കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞാതാ നമ്മളെ മുമ്പിൽ പോകുന്ന ഈ ചേട്ടൻ്റെ വീട്ടില് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് 30 വർഷം കൊണ്ട്. എന്താ ഞാൻ വിചാരിച്ചു അതൊന്ന് വന്ന് കവർ ചെയ്യാന്ന്. പക്ഷേ വീട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ആ വൈദ്യുതിക്കുള്ള വെള്ളം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയാലോ എന്ന്. പക്ഷേ ആ മല ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനോട്ടെ സ്വന്തമായിട്ടൊരു ജലവൈദ്യുത പദ്ധതിയുള്ള ഒരു ആളാണ് ഈ ജോയി ചേട്ടൻ കേട്ടോ. ഈ കാണുന്നുണ്ടോ, ഇതൊരു ഡൈനാമോയാണ്. സ്വന്തം വീട്ടിലേക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കാണുന്ന ഡൈനാമിക്കോടെ സംഭവം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെള്ളം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ കാണുന്ന സംഭവം നല്ല വേന എടുക്കും. ഇല്ല, നല്ല പവർ ഉണ്ട്, അത്ര ഇതില്ലെന്നേ ഉള്ളൂ. വേനൊന്നും എടുക്കുവല്ല. ഇത് എവിടുന്ന ഈ വെള്ളം വരുന്നത്? ഇപ്പം നക്ഷത്രക്കുത്താന്നാണ് ഈ വെള്ളം. നക്ഷത്രക്കുത്ത് ഇവിടുന്ന് എത്ര ദൂരം കാണും? അത് ഇവിടുന്ന് ഒരു 1200 മീറ്റർ. 1200 മീറ്റർ ആയപ്പോ 1.25 കിലോമീറ്റർ അടുപ്പിച്ചായി. ഈ കാണുന്ന മലയുടെ മണ്ടേന്നാണ് വരുന്നത്. ആ കാണുന്ന മലയുടെ മണ്ട കഴിഞ്ഞാൽ അപ്പുറത്തൊരു മലയുണ്ട്, അവിടുന്ന് വരുന്നത്. അത്രയും ദൂരം ഈ ഓസിട്ടേക്ക് വന്നോ? അത്രയും ദൂരം. അത് ഏകദേശം എത്ര രൂപ ചെലവാക്കി ഈ ഓസിന് വേണ്ടി മാത്രം? അതെ, അന്ന് എനിക്ക് തോന്നിയിട്ടൊരു 30,000 രൂപയുടെ അടുത്ത് ഓസിന് തന്നെയായി. എത്ര വർഷമായി ഇപ്പൊ നിലവിൽ ഇതിങ്ങനെ? കാരണം ഇതിപ്പോ ഒരു 35 വർഷത്തോളം ആയിട്ടുണ്ട്. 35 വർഷം മുമ്പ്. അന്ന് ഇവിടെ കറണ്ട് ഒന്നും ഇല്ല. അന്ന് കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അന്ന് ചെയ്തല്ലേ? ഒന്ന് വർക്ക് ചെയ്യിക്കാവുന്നു. പിന്നെന്താ, ഞാൻ കുളിക്കൂ. ഇതിങ്ങനെയല്ല കറങ്ങുന്നത്, കുറെ കൂടെ നല്ല പവറിൽ കറങ്ങും. വെള്ളത്തിന് കുറെ കൂടെ പ്രഷർ വേണം വരെ. കുറവാ. ഇടയ്ക്കിടയ്ക്ക് എയർ വരുന്നുണ്ട്. അപ്പൊ എയർ വരുമ്പോ ആ വെള്ളത്തിന്റെ ആ മോഷൻ ഒന്ന് കുറയും. ഇതിങ്ങനെ ലെഡീസർ ഇട്ട് ചെറുതാക്കി പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ലീഫിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാ ഡൈനാമോ ഉപയോഗിച്ചിരിക്കുന്നത്? ഇത് ബുള്ളറ്റിന്റെ ഡൈനാമോ. ഈ ബുള്ളറ്റിനും ഡൈനാമോയ്ക്ക് പഴയ സൈസ് ബുള്ളറ്റിന്റെ 240 വോൾട്ട് കിട്ടുവാന്. 240 വോൾട്ട് അല്ല ഇത്, പിന്നെ ബൈൻഡിങ് മാറ്റുമല്ല അതിന്റെ. ബൈൻഡിങ് മാറ്റി അതേ കിടക്കുന്ന ബൈൻഡിങ് മാറ്റുവാണ്. അതിന്റെ മാഗ്നേറ്റ് മാത്രമേ നമ്മള് മാഗ്നേറ്റും പവറും എടുക്കുന്നുള്ളൂ. ബാക്കി അതിന്റെ ബൈൻഡിങ് ഒക്കെ മാറ്റി എടുക്കുക, റീവൈൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോ നിലവിൽ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് അല്ലെങ്കിൽ അത് നല്ല ഇതിൽ കറങ്ങും. എയർ വരുന്നോണ്ടാണ്. അതാ ഈ ഇടയ്ക്ക് പൊട്ടൽ കേൾക്കുന്നില്ല സൗണ്ട്. എയർ വലിക്കുന്നത് അവിടെ വെള്ളം. നമ്മളിപ്പോ മഴ പെയ്തിട്ട് ഇവിടെ ഇപ്പൊ ഒത്തിരി കാലമായല്ലോ, അതുകൊണ്ടാണ് സംഭവം. മഴയില്ലാത്തതുകൊണ്ടാണ്. മഴ പെയ്താലേ ഈ ആറ്റിക്കൂടെ വരുന്ന വെള്ളമാണ് സംഭവം. അപ്പൊ നമ്മള് ഇപ്പൊ പോയിട്ട് ഒത്തിരി ആളായി നോക്കിയിട്ടേ. ഞാൻ കരഞ്ഞിട്ടെ, ഈ ഒരു ഡൈനാമിക് കൂടെ കിട്ടുന്ന, അല്ലെങ്കിൽ ഇത്രയും പ്രഷറിൽ കൂടെ നമുക്ക് എത്ര യൂണിറ്റ് കറണ്ട് കിട്ടും? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഗ്രഹവും? നമുക്ക് CF ആണെങ്കിൽ ഒരു 10-12 CF വരെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് TV വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ചെറിയ TV വർക്ക് ചെയ്യും. വർക്ക് ചെയ്യിക്കല്ലോ സുഖമായിട്ട്. ഇതായാലും ഇപ്പൊ വർക്ക് ആവില്ല TV, അതിന് പവർ കുറവാണ്. അപ്പൊ കറക്കത്തിന്റെ മോഷൻ അനുസരിച്ച് അതിന്റെ കറണ്ട് വരുള്ളൂ. അത് നല്ല ഇതിൽ കറങ്ങിയാൽ മാത്രമേ കറണ്ട് നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നുള്ളൂ. നിലവിൽ ഇപ്പൊ ഈ ഡൈനാമോയ്ക്ക് വെള്ളം വീണ പ്രശ്നമൊന്നും ഇല്ലേ? ഡൈനാമോ വെള്ളം വീണ കംപ്ലൈന്റ് വരും. കാരണം ഈ ബയറിങ്ങിലാണല്ലോ സാധനം. വെള്ളം ചെറിയ കംപ്ലൈന്റ് ഞാനിങ്ങനെ പൊതിഞ്ഞിട്ട് വെച്ചിരിക്കുന്നു. നമുക്ക് വേണേ അത് അഴിക്കാം. ഒന്ന് കാണിക്കാൻ പറ്റുമോ? പിന്നെന്താ, കാണിക്കാല്ലേ? ഓക്കെ. 30 വർഷം മുമ്പ് ഇവിടെ ഒരു കാടാണ്. കാടെന്ന് പറഞ്ഞാൽ കൃഷി സ്ഥലങ്ങളാണ്. അന്നേരം ഇവിടെ വൈദ്യുതി ഇല്ല. അന്നേരം അന്ന് ചെറിയൊരു പുതിയ തോന്നിയ കാര്യമാണ് ഇങ്ങനൊരു ഓസിട്ട് ഏറ്റവും മുകളിൽ നിന്ന് വെള്ളം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. വെള്ളം നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഈ ഡൈനാമോ വാങ്ങുന്നതിന് മുമ്പ് വെള്ളം കൊണ്ടുവന്നു. കൃഷിക്ക് വേണ്ടി വെള്ളം കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ അന്ന് അദ്ദേഹം ഇത് നമ്മളെ ചേട്ടൻ വിചാരിച്ച് ഒന്ന് അത് ഉപയോഗിച്ച് കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ രാത്രി വെട്ടമൊക്കെ കാണാല്ലേ? അങ്ങനെ ചെയ്തല്ലേ? നമ്മൾ ഈ മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ ഇരിക്കുമ്പോൾ അതിനേക്കാൾ ഇത്തിരിയോടെ നല്ലൊരു വെട്ടം നമുക്ക് കിട്ടുമല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ഇത് ആദ്യമേ എനിക്ക് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ഈ സൈക്കിളിന്റെ ഡൈനാമോ വെച്ച് ഇത് അതിന്റെ മണ്ടയ്ക്ക് ഒരു ലീഫ് ഇട്ടിട്ട് അത് കറക്കി നോക്കിയാണ് അന്ന് ഞാൻ അത് കറക്കി നോക്കി. എത്ര വയസ്സുണ്ട് എനിക്കിപ്പോ 66 വയസ്സായി. 66 വയസ്സില്ലേ? ഓക്കെ, അതൊന്ന് തുറന്നാലോ? ഈ ഇടയ്ക്കൊന്നും തുറന്നിട്ട് കംപ്ലൈന്റ് വരാറുണ്ടോ? കംപ്ലൈന്റ് ഇതിന്റെ വയറിങ് മാത്രം ചെയ്യും. ഏകദേശം എത്ര നാൾ എടുക്കുമായിരിക്കും അങ്ങനെ കംപ്ലൈന്റ് വരുമ്പോ? അതിപ്പോ ചിലപ്പോ കുറെ കാലം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഏറ്റവും അവസാനം എന്നാ കംപ്ലൈന്റ് വന്നത്? ഇതിപ്പോ ഒരു 2 വർഷത്തിന് മേളിലായെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 2 വർഷം കൊണ്ട് 24 hours ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഓഫ് ആവത്തൊന്നുമില്ലല്ലേ? പിന്നെ തന്നെ ഓഫ് ആവില്ല, നമ്മൾ വെള്ളം നിർത്തിയാൽ മാത്രം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ നിർത്തി വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ വെള്ളം നിർത്തേണ്ട ഇത് നമ്മൾ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ വെള്ളം നിർത്തൂല്ലോ. അങ്ങനെ ആ സമയത്തൊക്കെ നിർത്താറ്. അല്ലെങ്കിൽ 24 മണിക്കൂർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും വെള്ളം. ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യുതി ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും പവർ കിടന്നു. അന്നേരത്തേക്ക് ഭയങ്കര ഇതായിരിക്കും. ഉറുമ്പൊക്കെ കയറി കൂട് കൂട്ടി. പതുക്കെ തട്ടി ഉറുമ്പ് പറയതോ അത് കുഴപ്പമില്ല. ഉറുമ്പ് മഴ വെള്ളം ഇല്ലാത്തടം നോക്കി വന്നതാണ്. ഉറുമ്പ് കയറിയാലും പ്രശ്നമാണ്. അതിന്റെ ബൈൻഡിങ് ഒക്കെ കയറി പിന്നെ അകത്തേക്ക് കയറില്ല. കയറാൻ തുടങ്ങി. സംഭവം ഇത്രേ ഉള്ളു സാധനം. അടിപൊളി. ഞാൻ വിചാരിച്ചു ഈ ബോക്സ് ഇതിന്റെ കെട്ടിന്റെ വലിപ്പം കണ്ടു ഒരുപാട് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഡൈനാമോ അല്ലേ? ഇത്രേ ഉള്ളു സാധനം. ഈ ഡൈനാമോ നമ്മൾ മേടിച്ചിട്ട് ഇത് അഴിച്ചിട്ട് വേറെ ബൈൻഡിങ് ചെയ്യുവാണ്. കോറിന്റെ കനം കൂട്ടിയില്ലേ? 24 മണിക്കൂറും കറങ്ങുന്ന ഒരു ഡൈനാമോയാണ്. അത് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാരും കണ്ടൊക്കെ വലിയ വലിയ ഐറ്റങ്ങളാ. ചെറുതാണ്. മിനിയേച്ചർ മോഡൽ ഇവിടെ വന്ന് കാണാം. ഇത് ചെറുതാണ്. കണ്ടില്ല കൂട് കൂട്ടാൻ. അത്യാവശ്യം ചൂടും കിട്ടുമല്ലോ അതിനകത്ത്. അതെ, തണുപ്പൊന്നുമില്ല. തണുപ്പും ഉണ്ട്, ചൂടും ഉണ്ട്, എല്ലാം ഉണ്ട്. അവര് മഴക്കാലം വന്നപ്പോഴത്തേക്കേ മഴ പെയ്യുന്ന കാണുമ്പോ നമ്മളെക്കാളും കൂടുതൽ ഇതുങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ വന്നപ്പോ അവര് നേരെ നനയല്ലാത്ത സ്ഥലം നോക്കി വന്ന് കൂട് കൂട്ടിയതാ. വിട്ടു പോവല്ലേ. നമുക്ക് അതിന്റെ മണ്ടയിലൊന്ന് പോകാൻ പറ്റുമോ? മണ്ടേ പോകാം. നിങ്ങക്ക് പോകാൻ സമയം ഉണ്ടാവും? ഞങ്ങൾക്കോ? ഞങ്ങൾക്ക് സമയം കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല. അന്നേരം അവിടുത്തെ ആ കാഴ്ച അത്ര അന്നേരം നല്ല രസമായിരിക്കുമല്ലോ. കാഴ്ച നല്ല രസമാണ്. അത്രയും ഉയരത്തിന്റെ 1 കിലോമീറ്റർ മേളിൽ നിന്നാണ് ഈ വെള്ളം വന്നോണ്ടിരിക്കുന്നത് അല്ലേ? അന്നേരം അവിടുത്തെ കാഴ്ചയും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വരുന്ന വൈദ്യുതി ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ? ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോയത്. ഇവിടെ വന്നിട്ട് നമ്മള് അടുത്ത ലൈനിലേക്ക് കറണ്ട് അങ്ങനെ കത്തിക്കുന്നതാണ് ഈ കാണുന്ന ലൈറ്റ്. അതെ. പിന്നെ വേറെ ഒരെണ്ണം പുറത്ത് ഇട്ടിട്ടില്ലേ? ഇവിടെ പുറത്തുണ്ട് ഒരെണ്ണം. വീടിന് പുറത്ത്? അതെ, അതേ കിടക്കുന്നു. അതൊരെണ്ണം. നിലവിൽ എത്ര ലൈറ്റ് കത്തിക്കാൻ പറ്റും ആ ഒരു ഡൈനാമിന്നുള്ള? ഈ സൈസ് ബൾബാണെങ്കിൽ ഒരു 10, 12, 15 വേണേലും കത്തും. 15 ബൾബുകളും കത്തിക്കാൻ. അങ്ങനെ കത്തുന്നില്ലേ? ഇതും അത് തന്നെ സംഭവം. പിന്നെ ഇത് ഇവിടെ പുറത്തുണ്ട് ഒരെണ്ണം. പുറത്ത് റൂമിനകത്തും ഉണ്ടല്ലേ? അതെ, ഈ റൂമിലുണ്ട്, പിന്നെ ഈ റൂമിലുണ്ട്. ഇതും കത്തും വേണമെങ്കിൽ. ഫിലിമിന് ടൈപ്പ് ആയതുകൊണ്ട് ചെറിയ ഇതേ ഉള്ളൂ. നിലവിലിപ്പോ 5 ലൈറ്റ് കത്തിക്കല്ലേ? 1, 2, 3, 4, 5, 6 ഇപ്പൊ നിലവിലുണ്ട്. വെള്ളം ഇപ്പൊ ഇച്ചിരി കുറവാണല്ലോ. അന്നേരം കറണ്ട് ഇല്ലെങ്കിൽ പോലും കത്തിക്കാം. മഴ സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും മരങ്ങളൊക്കെ ഒടിക്കൊണ്ട് ലൈനൊക്കെ പോകും. അന്നേരം വീട്ടിൽ വെട്ടമുണ്ട്. അന്നേരം നമുക്ക് വെട്ടമുണ്ട്. നാട്ടിൽ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് അന്നേരം വിഷമമുണ്ടാവും. പണ്ട് എന്ന് വെച്ചാൽ ഒരു 30 വർഷം മുമ്പ് ചിന്തിച്ചതുകൊണ്ട് ഇപ്പോഴും അന്ന് വരെയാണ് ഉപയോഗിക്കുന്നത്. അല്ല, അതുകൊണ്ടല്ല നമ്മളിത് കളയാത്ത. കാരണം നമ്മുടെ ഈ വഴിക്കല്ലേ കറണ്ട് വരുന്ന വഴിക്ക് മുഴുവൻ മരമാണ്. ഏതെങ്കിലും ഒരു കമ്പൊടിഞ്ഞ് വീണാൽ മതി, അന്ന് കറണ്ട് പോകും. ഓക്കെ. നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ജലം വരുന്ന ആ സംഭരണി നമുക്ക് കണ്ടാലോ? ഒന്ന് പോയി നമുക്ക് കാണാൻ പോവാം. ശരി, ഓക്കെ. നമ്മുടെ വഴി അറിയാവോടാ? നിനക്ക് 1.5 ലക്ഷമൊക്കെ ഉണ്ടല്ലേ? ഹായ് ചെങ്കുട്ടരെ, ഞാൻ നിങ്ങൾ ന്യൂ എഡ്സിൻ്റെങ്കിലും അമൽ ബാബു കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞാതാ നമ്മളെ മുമ്പിൽ പോകുന്ന ഈ ചേട്ടൻ്റെ വീട്ടില് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് 30 വർഷം കൊണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചു അതൊന്ന് വന്ന് കവർ ചെയ്യാന്ന്. പക്ഷെ വീട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ആ വൈദ്യുതിക്കുള്ള വെള്ളം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയാലോ എന്ന്. പക്ഷെ ആ മല ഇതുവരെ കണ്ടെത്താൻ കഴിയിട്ടില്ല. എന്താ പറയുക, എന്തോ ഇത് കൊള്ളാം കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങൾ ഇത്രയും യാത്രയിലും വെച്ച് ഇന്നത്തെ എന്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അയ്യോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നടന്നിട്ട് അണപ്പോ കിതപ്പോ ഒന്നുമില്ല? ഇല്ല, അങ്ങനെ സംഭവം ഒന്നുമില്ല. നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ പ്രായം എന്താണ്? നമ്മളിങ്ങനെ ഞായറാഴ്ച ദിവസം മാത്രമേ അങ്ങനെ. അയ്യോ, പ്രവീണിന്റെ കാലുടക്കി പോവല്ലേ. എന്തുവാടാ പൊട്ട അത്? അപ്പൊ നിങ്ങളൊരു 10 വർഷം കൂടെ മുമ്പ് വന്നാല്, 10 വർഷം കൂടെ മുമ്പ് വന്നായിരുന്നെങ്കിൽ ഞാൻ കുറെ ദൂരം നടന്നിട്ട് നോക്കിയിരിക്കണം. നിങ്ങൾ വരെ നോക്കിയിരിക്കണമായിരുന്നില്ലേ?
ഇപ്പൊ എനിക്ക് ചെറിയ മുട്ടിന് വേദന ഉള്ളതുകൊണ്ടോ ഇത്ര സ്പീഡ്. ചെറിയ വേദനയുള്ളൂ മുട്ടിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പയ്യെ പോകുന്നത്. കാരണം ഞാന് പെണ്ണ് കെട്ടിയൊരു സമയത്തേ ഇപ്പോഴും മറക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. ഞാനും അന്നൊക്കെ വണ്ടികളൊക്കെ ചില സമയത്തൊക്കെ ഉള്ളൂ. അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയ വണ്ടി കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 2 മൈൽ 1 മൈലൊക്കെ നടക്കണം. ഇതിന്റെ അടിയിൽ നിന്നാണ് വെള്ളം എടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ അടിയെന്ന് പറയുമ്പോഴേ അടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള അടിയാണ് കേട്ടോ. ടോപ്പി വന്നിട്ടുള്ള അടിയാ. ദൈവമേ, ഞങ്ങൾ ഈ കാണുന്ന മന മൊത്തം കയറ്റി ഈ ഒരു എൻഡ് കാണിക്കും, ഈ ഓസിന്റെ എൻഡ് കാണിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ സാമ്പിൾ അടിക്കല്ലേ. കണ്ടോ, ഇതാണ് അഗാധമായ ഒരു ഗർത്തമാണ്. നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഇല്ല കാണുന്ന ഈറ്റക്കാടിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറി ഇതാ ഇവിടെ വന്നത് കേട്ടോ.